കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ലക്ഷ്മണൻ്റെ വാക്ക് ോടുകൂടിയാണ് നമ്മൾ നിർത്തിയത്. 52ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞു വെച്ചാൽ, ലക്ഷ്മണൻ പറഞ്ഞു, എന്നെ വരാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ദേഹത്യാഗം പ്രാണത്യാഗം തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. അത് പറഞ്ഞു നിർത്തി. ഇനി 53, 54 എന്നിട്ട് പിന്നെ നമ്മൾ ആ ലക്ഷ്മണോപദേശം നമ്മൾ ഇതിൽ വായിച്ചുല്ലോ, ഏതശൻ്റെ ആ വളരെ മനോഹരമായിട്ടുള്ളത്. ഇനി നമുക്ക് 55 നെക്സ്റ്റ് 4 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ, 53 തൊട്ട്. അപ്പം ഞാൻ അത് വായിക്കാം. 53. പ്രതസ്ഥേ താം സമാധാതും ഗത സീതാപതിർവിഭു ആഗതം പതിമാലോക്യ സീതാ സസ്മിതഭാഷിണീം സ്വർണപാത്രസ്ഥസലിലൈ പാദൗ പ്രക്ഷാള്യ ഭക്തിത പപ്രച്ഛ പതിമാലോക്യ ദേവ കിം സേനയാ വിനാ. 55. ആഗതോസി ഗതകുത്ര ശ്വേതഛത്രം ച തേ കുത വാദിത്രാണി ന വാദ്യന്തേ കിരീടാദിവിവർജിതഃ. 56. സാമന്തരാജസഹിത സംഭ്രമാന്നാഗതോസി കിം ഇതി സ്മ സീതയാ പൃഷ്ടോ രാമ സസ്മിതമബ്രവീത്. വിഭു സീതാപതി. അതായത് വിഭു പറഞ്ഞു വെച്ചാൽ നമ്മൾ ശരിക്കും വിഭു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ അറിയോ? കർത്തും അകർത്തും അന്യഥാ കർത്തും. അതായത് ഇന്ന തരത്തിൽ ഒരു തരത്തിൽ ചെയ്യാനും മറ്റൊരു തരത്തിൽ ചെയ്യാനും ഒന്നും ചെയ്യാതിരിക്കാനും അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്കില്ലാത്തതാണത്. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് നമ്മൾ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും, അത്രയേ ഉള്ളൂ. നമുക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഭഗവാന് ആ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ടാണ് അത്ര വിഭു എന്ന് പറയണത്. അപ്പോൾ വിഭുവായ ആ സീതാപതിയായിട്ടുള്ള ശ്രീരാമൻ പ്രതസ്ഥേ പുറപ്പെട്ടു കാട്ടിലേക്ക്. താം സമാധാതും ഗതഃ. അതായത് എന്നിട്ട് സീതയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ആഗതം പതിം ആലോക്യ. അതായത് പിന്നെ അടുത്തേക്ക് വരുന്ന ഭർത്താവിനെ കണ്ടിട്ട്, ആലോക്യ പറഞ്ഞ സീത കണ്ടിട്ട്, സസ്മിത ഭാഷിണി സീത, വളരെ ചിരിച്ചുകൊണ്ട് സംഭാഷണം ചെയ്യുന്ന സീത, അത്ര ഇങ്ങനെ വളരെ ഒരു സൗമ്യാണല്ലോ. സ്വർണപാത്രസ്ഥ സലിലൈഹി ഭക്തിതഃ പാദോ പ്രക്ഷാല്യ. സ്വർണപാത്രത്തിലെ സലീലം ശുദ്ധജലം കൊണ്ട് വളരെ ഭക്തിയോടുകൂടി ശ്രീരാമൻ്റെ പാദങ്ങളെ കഴുകിച്ചു, പ്രക്ഷാളനം ചെയ്തിട്ട് പ്രക്ഷാല്യ എന്ന് പറഞ്ഞല്ലോ, പ്രക്ഷാളനം ചെയ്തിട്ട് പതിമാലോക്യ പപ്രച്ഛ, ഭർത്താവിനെ നോക്കിയിട്ട് ഇപ്രകാരം ചോദിച്ചു. എന്താ വെച്ചാൽ, അതായത് ഈ വിഭുവായിട്ടുള്ള ശ്രീരാമ ഭഗവാൻ അമ്മയുടെ അന്തഃപുരത്തിൽ നിന്ന് പുറപ്പെട്ട് സ്വന്തം അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അടുത്തേക്ക് ഇങ്ങനെ വരണ പിന്നെ സ്വന്തം ഭർത്താവിനെ കണ്ട ഉടനെ സീത വളരെ ചിരിച്ച് വളരെ നല്ല ഒരു പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. എങ്ങനെ അതിനു മുമ്പ് തന്നെ സ്വർണ്ണ പാത്രത്തിൽ ശുദ്ധജലം കൊണ്ടുവന്ന് ഭർത്താവിൻ്റെ പാദങ്ങളെയൊക്കെ ഭക്തിയോടുകൂടി കഴുകിച്ച് ആ മുഖത്തേക്ക് നോക്കിയിട്ട്, വളരെ മനോഹരമായിട്ടുള്ള ശ്രീരാമൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ. ചോദിച്ചു. എന്താ ചോദിച്ചേ? പിന്നെ എന്നിട്ട് ചോദിച്ചു അല്ലേ. അപ്പം എന്താ ഒന്നും കൂടിയും പറയണ്ട. അപ്പം ഞാൻ പിന്നത്തെ 2 ശ്ലോകത്തിൻ്റെ കൂടിയും പറയാം കേട്ടോ. ദേവസേനയാഹ വിനാക്കിം. എന്താ ഒപ്പമുള്ള സേനകളോട് കൂടി അല്ലാതെ സാധാരണ കൂടെ കുറേ ആൾക്കാരും കൂടിയിട്ടാണ് വരിക. ഇതിപ്പോൾ ഒറ്റയ്ക്കാണ് വരണം ശ്രീരാമൻ. അങ്ങനെ ഒരിക്കലും അന്തപുരത്തിലേക്ക് വരില്ല. അവരൊക്കെ വലിയ രാജാക്കന്മാരല്ലേ. അപ്പോൾ കൂടെ എപ്പോഴും ഇങ്ങനെ അകമ്പടിയോട് കൂടിയിട്ട് എപ്പോഴും വരുള്ളൂ. അപ്പം ഇന്ന് ദേവാ സേനയാ വിനാക്കിം. എന്താ സേനയോടുകൂടി അകമ്പടിയോടുകൂടി വരാതിരിക്കണേ?
കുത്ര ഗത ആഗത അസി, എവിടേക്ക് പോയിട്ടപ്പോൾ വരണം ഇങ്ങനെ അകമ്പടി ഇല്ലാതെ? തേ ശ്വേതഛത്രം കുതഹ, അങ്ങയുടെ ആ വെളുത്ത കൊട, വെൺകൊറ്റക്കൊട എവിടെ? വെൺകൊറ്റക്കൊടയൊന്നും ഇല്ലാതെ ഒരിക്കലും വലിയ ആരെങ്കിലും വെൺകൊറ്റക്കൊട പിടിക്കുന്നുണ്ടാവി. വാദിത്രാണി കൃതഹ ന വാദ്യന്തേ, വാദ്യങ്ങളൊന്നും മുഴക്കപ്പെടുന്നില്ല. കിരീടാദി വിവർജിത, കിരീടങ്ങളും ഇല്ല, കിരീടമൊന്നും വെച്ചിട്ടില്ല. അതായത് രാജചിഹ്നങ്ങളൊന്നും അണിഞ്ഞിട്ടില്ല. സാധാരണ രാജചിഹ്നങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് വരിക. സംഭ്രമാത് സാമന്തരാജസഹിത ന ആഗത അസീക്കും, സാമന്തന്മാരായിട്ടുള്ള രാജന്മാരുടെ ഒപ്പമല്ലാതെ ഇങ്ങനെ വന്നിരിക്കണമല്ലോ. സാമന്തന്മാരെ കീഴിലുള്ള രാജാക്കന്മാരിങ്ങനെ പിന്നാലെ വരുന്നുണ്ടാവണം, അങ്ങനെയായിരിക്കണം. സാമന്തന്മാരെ കീഴിലുള്ളവർ എന്തു കാരണം എന്നാണ് ചോദിക്കണം. ഇത് സീതയാ പൃഷ്ട രാമ, ഇങ്ങനെ സീതയാൽ ചോദിക്കപ്പെട്ട ശ്രീരാമൻ എന്താണ്? സസ്മിതം അബ്രവീത്, ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ശ്രീരാമനെ ആലോചിച്ച് നോക്കൂ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ 4 ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ, അമ്മയുടെ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ സീത കാല് കഴുകിച്ചു എന്ന് പറഞ്ഞുല്ലോ. എന്നിട്ട് എന്താ ഇങ്ങനെ തന്നെ വന്നത് അകമ്പടി ഇല്ലാതെ? സാധാരണ സൈന്യങ്ങളൊന്നും ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ വരാറില്ലല്ലോ. ആ വെൺകൊറ്റക്കൊട എവിടെ? അതും ആരും വെൺകൊറ്റക്കൊട പിടിച്ചിട്ടില്ല. വാദ്യങ്ങളൊന്നുമില്ല, ഒരു രാജചിഹ്നങ്ങളും അണിഞ്ഞിട്ടില്ല, കിരീടടക്കം. സാമന്ത രാജാക്കന്മാരൊന്നും കൂടെ ഇല്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ അന്തഃപുരത്തിലേക്ക് ഒരിക്കലും വരാറില്ല. എന്താ ഇപ്പം ഇങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ മന്ദഹസിച്ചുകൊണ്ട് ശ്രീരാമൻ ഉത്തരം പറഞ്ഞു എന്നാണ് ഞാൻ അടുത്തത്. അപ്പം നമുക്ക് ഈ 4 വായിച്ച് 57ലേക്ക് പോവാം. പ്രതസ്ഥേതം സമാധാതും ഗത സീതാപതിർവിഭു ആഗതം പതിമാലോക്യ സീതാ സസ്മിതഭാഷിണീ. പറഞ്ഞു സസ്മിതത്തോടു കൂടി സീത അല്ലേ? എത്ര ശരിക്കും മലയാളം പോലെ. സ്വർണപാത്രസ്ഥസലിലൈ പാദൗ പ്രക്ഷാള്യ ഭക്തിത പപ്രച്ഛ പതിമാലോക്യ ദേവ കിം സേനയാ വിനാ, അകമ്പടി ഇല്ലാതെ. ആഗതോസി ഗത കുത്ര ശ്വേതഛത്രം, വെൺകൊറ്റക്കൊട. ചതേ കുത വാദിത്രാണി, വാദ്യങ്ങളെ. ന വാദ്യന്തേ കിരീടാദി വിവർജിത, രാജചിഹ്നങ്ങളും ഇല്ല. അപ്പോൾ ശ്രീരാമൻ്റെ മറുപടി, രാജ്ഞാമേ ദണ്ഡകാരണ്യേ രാജ്യം ദത്തം ശുഭേഖിലം അതസ്തൽപാലനാർത്ഥായ ശീഘ്രം യാസ്യാമി ഭാമിനി. എന്താ ശ്രീരാമൻ പറഞ്ഞ? ശുഭേ, ഹേ മംഗളപ്രദേ, രാജ്ഞ രാജാവിനാൽ, അതായത് അച്ഛനാൽ, ദണ്ഡകാരണ്യേ അഖിലം രാജ്യം മേ ദത്തം, ദണ്ഡകാരണ്യ വനത്തിലുള്ള ആ രാജ്യം എനിക്ക് തന്നു അച്ഛൻ. ദണ്ഡകാരണ്യവനമാകുന്ന രാജ്യം അച്ഛൻ എനിക്ക് തന്നു. അതഹ തൽപാലനാർത്ഥായ, ആ ദണ്ഡകാരണ്യവനത്തിനെ പാലിക്കാനായിക്കൊണ്ട്, ഭാമിനി ഹേ ഉത്തമ സ്ത്രീ, ശീഘ്രം യാസ്യാമി, ഞാൻ വേഗം പോവുകയാണെന്ന്. സീത വരുന്നുണ്ടോയെന്നും കൂടി ചോദിച്ചില്ല. എന്താ പറഞ്ഞ? കാട്ടിലേക്കായതുകൊണ്ടേ. എന്താ പറഞ്ഞ? മംഗളപ്രദയായിട്ടുള്ള എൻ്റെ പത്നി അച്ഛനെനിക്ക് ദണ്ഡകാരണ്യമാകുന്ന രാജ്യം നൽകി. ആ ദണ്ഡകാരണ്യ വനമാകുന്ന രാജ്യത്തിൻ്റെ പരിപാലനത്തിനായിട്ട് ഞാൻ വേഗം പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത്. രാജ്ഞാമേ ദണ്ഡകാരണ്യേ രാജ്യം ദത്തം ശുഭേഖിലം അതസ്തൽ പാലനാർത്ഥായ ശീഘ്രം യാസ്യാമി ഭാമിനി. ഇനി എന്താണ്? അദ്യൈവ, ഇനിയും ശ്രീരാമൻ തുടർന്ന് പറയാണ്, അദ്യൈവ യാസ്യാമി വനം ത്വം തു ശുശ്രുസമീപഗ ശുശ്രൂഷാം കുരുമേ മാതുർ ന മിഥ്യാവാദിനോ വയം. എന്നിട്ട് എന്താ പറയണറിയോ? അദ്യ ഏവ വനം യാസ്യാമി, ഞാൻ ഇപ്പം തന്നെ വനത്തിലേക്ക് യാനം ചെയ്ച്ച യാത്ര പോവുകയാണ്. ത്വം തു, നീയാവട്ടെ ശുശ്രുസമീപക, അതായത് ഇൻലോസ്, അതായത് ശുശ്രുക്കളെ പറഞ്ഞ സീതയുടെ ഇൻലോസ് എൻ്റെ മാതാപിതാക്കന്മാരെന്നർത്ഥം. മാതാപിതാക്കന്മാരുടെ അരികിൽ ചെന്ന് അവരുടെ അടുത്ത് പോയിട്ട്, അതായത് സുമിത്രയുടെയും കൗസല്യയുടെയും ദശരഥൻ്റെയും കൈകേയിയുടെ ഒക്കെ അടുത്ത് പോയിട്ട്, അതാണല്ലോ ഇൻലോസൊക്കെ. സീതയുടെ ശുശ്രുക്കളുടെ അടുത്ത് പോയിട്ട് ശുശ്രൂഷാം കുരു, അവരെ ശുശ്രൂഷിക്കൂ. അതായത് അമ്മമാരെ ശുശ്രൂഷിക്കാൻ. വയം നഹ മിഥ്യാവാദിന, ഞങ്ങൾ
മിഥ്യാവാദികളല്ല. അതായത് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞ വാക്ക് പാഴാക്കാത്തവരാണെന്ന്. കാരണം അച്ഛൻ പറഞ്ഞു എന്നോട്, എനിക്കിത് പോകാതെ തരില്ല. അച്ഛൻ പറഞ്ഞു ഞാൻ പോവാമെന്നും പറഞ്ഞു. അപ്പം ഇനി ആ വാക്ക് മിഥ്യാവാദികളല്ല പറഞ്ഞു. എന്താ വെച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റില്ല, അത് തെറ്റാതെ നടക്കും എന്ന് പറയുകയാണ്. അതായത് സീത ഇനിയിപ്പോൾ പോണ്ടെന്നൊന്നും പറയാൻ പുറപ്പെടണ്ടെന്ന് ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം മേടിച്ച പോലെയാണ് പറയണത്, മിഥ്യാവാദികളല്ല എന്ന്. ആര്? ശ്രീരാമനെ. കാരണം സീത എനിക്ക് പൂവൊന്നും വേണ്ടാന്ന് പറഞ്ഞു വെച്ച് ചെയ്താലോ അല്ലേ, അല്ലെങ്കിൽ ഒന്നും പറയാനുള്ളൊരു ഇട കൊടുക്കാതിരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പം തന്നെ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്, നീ അച്ഛൻ്റെ അമ്മയുടെയും അടുത്തിരുന്ന് അവരെ ശുശ്രൂഷിക്കൂ വേണ്ട പോലെ. ഞാൻ വെറുതെ പറയല്ല, കളിയായിട്ട് പറയല്ല എന്ന്. അതായത് ഞാൻ എൻ്റെ വാക്കുകൾ ഒരിക്കലും വ്യർത്ഥല്ല എന്ന് പറഞ്ഞു. അദ്യൈവയാസ്യാമി വനം ത്വം തു ശുശ്രൂസമീപഗ ശുശ്രൂഷാം കുരുമേ മാതുർ ന മിഥ്യാവാദിനോ വയം. ഞങ്ങൾ മിഥ്യാവാക്കുകൾ പറയില്ല, അച്ഛനും ഞാനും എന്നാണ്. അച്ഛനും മിഥ്യാവാക്കുകൾ പറയില്ല, ഞാനും പറയില്ല. വയം എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ ഇതിബ്രുവന്തം ശ്രീരാമം സീതാ ഭീതാബ്രവിദ്വജ. ഭീത അബ്രവിദ്വജ എന്നാണ് കേട്ടോ. ഇതിബ്രുവന്തം ശ്രീരാമം സീതാ ഭീതാബ്രവിദ്വജ കിമർത്ഥം വനരാജ്യം ദേ പിത്രാദത്തം മഹാത്മന. ഇതിബ്രുവന്തം ശ്രീരാമം, ഇങ്ങനെ പറയണ ഈ ശ്രീരാമനോട് ഭീതാ സീത, വളരെ ഭയന്നിട്ടുള്ള സീത, ഭയം തോന്നി. മഹാത്മന പിത്ര, ഇത്രയൊരു നല്ല മഹാത്മാവായിട്ടുള്ള അച്ഛനാൽ വനരാജ്യം തേ കിമർത്ഥം ദത്തം, എന്തുകൊണ്ടാണ് ദണ്ഡകാരണ്യ വനം എന്ന രാജ്യം അങ്ങക്ക് നൽകിയത്? ഇത്ര മഹാത്മാവായിട്ടുള്ള, ഇത്ര നല്ലൊരാൾ ആയിട്ടുള്ള അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങക്ക് രാജ്യം തരാതെ, ഈ അയോധ്യ രാജ്യം തരാതെ ദണ്ഡകാരണ്യ വനം ഭരിക്കാൻ പറഞ്ഞത് എന്താ? അങ്ങനെ പറഞ്ഞു. വചഹ അബ്രവീത് അങ്ങനെ പറഞ്ഞു. ഇത് കേട്ടിട്ട് സീതയ്ക്ക് ഭയമായി. കാട്ടിലെ പറഞ്ഞു വെച്ചാൽ എന്താ, ദണ്ഡകാരണ്യാണെങ്കിൽ കൊടും കാടാ. അപ്പോൾ ദണ്ഡകം എന്ന് പറഞ്ഞാൽ അരണ്യാണ്. അതായത് ദണ്ഡകവനം എന്ന് പറഞ്ഞാൽ ദണ്ഡകവനം വളരെ കൊടുങ്കാടാണ്. അപ്പോൾ ഭയപ്പെട്ടിട്ട് സീത രാമനോട് പറഞ്ഞു, ഇത്ര സ്നേഹവും ദയയും ഒക്കെ ഉള്ള അച്ഛൻ മഹാരാജാവ് അങ്ങക്ക് എന്തുകൊണ്ടാണ് ഈ ദണ്ഡകാരണ്യം എന്ന രാജ്യം, ദണ്ഡകവനം എന്ന രാജ്യം എന്തുകൊണ്ട് നൽകി? ഇതിബ്രുവന്തം ശ്രീരാമം സീതാ ഭീതാബ്രവീത് വച കിമർത്ഥം വനരാജ്യം ദേ പിത്രാദത്തം മഹാത്മന. 60. താമാഹ രാമ കൈകേയ്യൈ രാജ പ്രീതോ വരം ദദൗ ഭരതായ ദദൗ രാജ്യം വനവാസം മമാനഖേ. അപ്പം ശ്രീരാമൻ പറയണ, രാമ ത്വാം ആഹ, രാമൻ അവളോട് പറഞ്ഞു എന്ന്, സീതയോട് പറഞ്ഞു എന്ന്. എന്താ പറഞ്ഞേ? പ്രീത രാജ, വളരെ സന്തുഷ്ടനായിട്ടുള്ള രാജാവ്, കൈകേയ്യൈ വരം ദദു, പണ്ട് കൈകേയിയിൽ പ്രീതയായിട്ട്, അല്ല കൈകേയിയുടെ പ്രവൃത്തിയിൽ പ്രീതനായിട്ട് പണ്ട് കൈകേയിക്ക് വരം കൊടുത്തു അച്ഛൻ. രാജ്യം ഭരതായ ദദൗ, അപ്പം ഇപ്പം ആ വരം എടുത്തതാണ്. രാജ്യം ഭരതായ ദദൗ, രാജ്യം ഭരതന് ദാനം ചെയ്തു. അത് കാരണം ആ വരം ഇപ്പോൾ കൊടുക്കുമ്പോൾ ഈ 2 വരാണ് കൈകേയി ചോദിച്ചത്. ഒന്ന്, ഭരതന് രാജ്യം കൊടുക്കണമെന്ന്. അനഘേ ഹേ പരിശുദ്ധേ, പാപമില്ലാത്തവളെ, സീതയെ സംബോധന ചെയ്യാണ്. മമ വനവാസം, എനിക്ക് വനവാസവും. അപ്പം ആ കഥ പറഞ്ഞു കൊടുത്തു സീതയ്ക്ക്. പണ്ടിങ്ങനെ പിന്നെ അമ്മ ചെയ്ത ഒരു പ്രവൃത്തിയിൽ അച്ഛൻ വളരെ സംപ്രീതനായിട്ട് എന്തെങ്കിലും 2 വരം മേടിച്ചോളൂ പറഞ്ഞപ്പോൾ അപ്പോൾ വേണ്ട പറഞ്ഞു. ഇപ്പം ചോദിച്ചു വരം അച്ഛനോട്, ഒന്ന് ഭരതനെ രാജാവാക്കണമെന്നും ഞാൻ വനവാസത്തിന് പോകണമെന്നും. അപ്പം അച്ഛന് പിന്നെ കൊടുക്കാതെ നിർത്തിയില്ലല്ലോ, വാക്ക് മാറ്റണവരല്ലല്ലോ ഞങ്ങൾ, അതാണ്. അങ്ങനെയാണ് ഉണ്ടായത് പറഞ്ഞു. താമാഹ രാമ കൈകേയ്യൈ രാജ പ്രീതോ വരം ദദൗ ഭരതായ ദദൗ രാജ്യം വനവാസം മമാനഖേ. നോക്കി ശരിക്കും അത്ഭുതമാവുമല്ലേ? ഞാനിതിങ്ങനെ വായിക്കുമ്പോൾ വിചാരിക്കും, എന്നറിയോ, എത്ര വലുതാക്കാനില്ല, വലിയൊരു കാര്യമാവാതെ പറയുക, വളരെ കാഷ്വലായിട്ട്. എന്ത് കാര്യവും നമ്മൾ, ചെറിയ കാര്യവും നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം. അതായത് ഒരു ചെറിയൊരു
കാര്യമാണെങ്കിൽ നമുക്കത് വലിയ കാര്യമായി എടുത്തിട്ട് പിന്നെ പരാതി പറയുക, കരയുക, എല്ലാവരോടും ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യാം. ഇതുപോലെ വലിയൊരു കാര്യം ശ്രീരാമൻ ഒരു ചെറിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഇങ്ങനെ പണ്ട് പറഞ്ഞു, അതിപ്പോൾ ഇതാണ് വരം മേടിച്ച് വളരെ കാഷ്വലായിട്ട് പറയണു. അതിൻ്റെ ആ ഇഫക്റ്റ് കുറയ്ക്കാനേ ഇതൊക്കെ നമ്മൾ ശരിക്കും കണ്ടുപിടിക്കേണ്ടതാണല്ലേ. എന്ത് കാര്യവും വലുതാക്കിയാൽ വലുതാവും, എത്ര വലിയ കാര്യവും നമ്മൾ അത്ര കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ അത് ചെറുതാവും, അല്ലെങ്കിൽ എല്ലാവരും അതിൽ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ പല പല ചെറിയ പാഠങ്ങളാണ് നമുക്ക് ഇന്ന് ചെറുത് തൊട്ട് അങ്ങേയറ്റം അദ്വൈത വേദാന്തം വരെ രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെ ഉണ്ട്. നമ്മൾ ഓരോ സമയത്ത് അത് മനസ്സിലാക്കാനും അതിനുള്ള നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നത് വായിച്ചിട്ടും ഒക്കെ നമുക്ക് ഇപ്പം ഇത് ഞാൻ ഓർമ്മിച്ച് എനിക്കങ്ങനെ തോന്നി പെട്ടെന്ന്, അപ്പം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എത്ര കാഷ്വലായിട്ടാണ് പറയണം അല്ലേ. താമാഹ രാമ കൈകേയൈ രാജാ പ്രീതോ വരം ദദൗ ഭരതായ ദദൗ രാജ്യം വനവാസം മമാനഖേ. ഇനി 61. ചതുർദശ സമാസ്തത്ര വാസോ മേ കില യാചിത തയാ ദേവ്യാ ദദൗ രാജാ സത്യവാദീ ദയാപര. തത്ര ചതുർദശ സമാഹ, അവിടെ 14 കൊല്ലം മേ വാസഹ എൻ്റെ താമസം, തയാ ദേവ്യാ യാചിത ആ കൈകേയിയാൽ പ്രാർത്ഥിക്കപ്പെട്ടു. അതായത് ഞാൻ 14 കൊല്ലം വനവാസത്തിൽ പോകണമെന്ന് ആ ദേവിയാൽ, ഇവിടെ കൈകേയിയാണല്ലോ പറഞ്ഞത്, പ്രാർത്ഥിക്കപ്പെട്ടപ്പോൾ ദയാപര, വളരെ ദയുള്ള ആളാണ് എൻ്റെ അച്ഛൻ. ശരിക്കും എന്നെ കാട്ടിലേക്ക് അയക്കാൻ തക്കവണ്ണം ദയയില്ലാത്തവനല്ല. പക്ഷേ സത്യവാദി രാജാ ദദൗ, പാവം സത്യത്തിന് മാറ്റം വരുത്താൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഭരതന് രാജ്യം, എനിക്ക് ഈ ദണ്ഡകവനം എന്നുള്ള രാജ്യം നൽകേണ്ടി വന്നു അച്ഛനാണ്. ഞാൻ 14 സംവത്സരം കാട്ടിൽ താമസിക്കണം എന്നുള്ള വരം കൈകേയി അമ്മ രാജാവിനോട് ചോദിച്ചതാണ്. രാജാവ് ദയയില്ലാത്തവനായിട്ടല്ല, എന്നെ അയക്കാൻ തക്കവണ്ണം, കാട്ടിലേക്ക് അയക്കാൻ തക്കവണ്ണം കാരുണ്യമില്ലാത്തവനായിട്ടല്ല, പക്ഷെ സത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാത്ത ആളായതുകൊണ്ട് ആ വരം എനിക്ക് നൽകി അച്ഛൻ. ചതുർദശ സമാസ്തത്ര വാസോ മേ കില യാചിത തയാ ദേവ്യാ ദദൗ രാജാ സത്യവാദീ ദയാപര. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പെട്ടെന്ന് സീതയ്ക്ക് കേൾക്കുമ്പോഴേ അല്ലേ നമുക്കത് അത്ഭുതമാണ്. 62 63 വായിക്കാം. അത ശീഘ്രം ഗമിഷ്യാമി മാ വിഘ്നം കുരു ഭാമിനി ശ്രുത്വാ തദ്രാമവചനം ജാനകി പ്രീതി സംയുത. അപ്പം നമുക്ക് ശരിക്കും സീതയുടെ ഒരു അതിനുള്ള റിയാക്ഷൻ, പ്രതികരണം ഒന്ന് കാണേണ്ടതാ. അഹമഗ്രേ ഗമിഷ്യാമി വനം പശ്ചാത്വമേഷ്യസി ഇത്യാഹമാം വിനാ ഗന്തും തവ രാഘവനോചിതം. സീത കരഞ്ഞ് വിളിക്കേ യാതൊന്നും ചെയ്യാണ്ട് എത്ര നന്നായിട്ട് ഇതിനോട് പ്രതികരിച്ചു എന്ന് നമുക്ക് കാണാം. അതഹ ശീഘ്രം ഗമിഷ്യാമി, അതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. ഭാമിനി വിഘ്നം മാം കുരു, ഹേ ഭാമിനി മംഗളശീലേ, എനിക്ക് വിഘ്നം പറയരുത്, ചെയ്യരുത്. തത് രാമവചനം ശ്രുത്വ, അങ്ങനെ രാമൻ്റെ വാക്ക് കേട്ടിട്ട് പ്രീതി സംയുത ജാനകി, സന്തോഷത്തോടു കൂടിയ ജാനകി. ഇത് കേട്ടപ്പോൾ ദേഷ്യോ വേറെ ഒരു വികാരമല്ലേ, സന്തോഷത്തോടു കൂടി. എന്താ കഥ അല്ലേ, ജനകപുത്രി. അഹം അഗ്രേ വനം ഗമിഷ്യാമി, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പിൽ നടക്കും. അഹം അഗ്രേ വനം ഗമിഷ്യാമി, അങ്ങയുടെ മുമ്പിൽ നടക്കുന്നത് ഞാനായിരിക്കും, ഞാൻ നടക്കും മുമ്പിൽ. അതായത് ഗമിക്കും. മാം വിനാ ഗന്തും, ഞാൻ മുമ്പിൽ നടക്കും, അങ്ങൻ്റെ പിന്നാലെ നടന്നോളൂന്ന്. മാ വിനാ ഗന്തും, എന്നെ കൂടാതെ പോവാനായിക്കൊണ്ട് രാഘവ തവ ഉചിതം നഹേ, അത് ഉചിതമല്ല, അങ്ങക്ക് ഉചിതമല്ല. പത്നിയായിട്ടുള്ള എന്നെ, ധർമ്മപത്നിയായിട്ടുള്ള എന്നെ ഇവിടെ വിട്ടു പോണത് അത് ഉചിതമേ അല്ല, ഞാനാണ് മുമ്പ് നടക്കേണ്ടതാണ്. എത്ര നല്ലൊരു പ്രതികരണം എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഫസ്സും ചെയ്തില്ല, ഒരു ദേഷ്യം കാണിച്ചില്ല, ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു തരത്തിലുള്ള വികാരങ്ങളും സീതയ്ക്ക് തോന്നിയില്ല എന്നോ കാണിച്ചില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. തോന്നിയിട്ടുണ്ടാവും, ഭയം ആദ്യം ഉണ്ടായില്ലോ പെട്ടെന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ എന്നാൽ ഞാനും വരാം, അങ്ങനെയാണ്. എത്ര ഒരു നല്ല പ്രതികരണമാണ് അല്ലേ. അപ്പം നമ്മളെപ്പോഴും കാര്യങ്ങളോട് പ്രതികരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ
വേണ്ട പോലെ വിവേകത്തോടു കൂടി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. എത്ര നന്നായിട്ട് പ്രതികരിച്ചു. പിന്നെ ഇതുപോലത്തെ ഉദാഹരണങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞ്, ഞാൻ പോവുകയാണ് വേഗം, പിന്നെ സീതയെ എൻ്റെ യാത്രയ്ക്ക് ഒരു മുടക്കം വരുത്തരുത് കേട്ടോ എന്ന് പറഞ്ഞു വിഘ്നേ. അപ്പം അതങ്ങോട്ട് കേട്ടപ്പോൾ പറഞ്ഞു, കാട്ടിലേക്ക് ഞാൻ മുമ്പ് നടക്കും, അങ്ങ് എൻ്റെ പിന്നാലെ വന്നോളാൻ. എന്നെ കൂടാതെ കാട്ടിലേക്ക് പോകുന്നത് ഉചിതമല്ല എന്ന് തന്നെ പറഞ്ഞു. അതായത് ശരിക്കും യഥാർത്ഥത്തിലും അങ്ങനെയാണ്. കാരണം ഭഗവാൻ പുരുഷനാണ്, സീത പ്രകൃതിയാണ്. അപ്പോൾ ഈ ഗുണാതീതനായിട്ടുള്ള അങ്ങ് മായാ സംയോഗം കൂടാതെ ഒരു കാര്യവും നടത്തില്ല. അങ്ങക്ക് കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല, അങ്ങൊന്നും ചെയ്യണില്ല, നിഷ്ക്രിയനാണ് പുരുഷൻ അല്ലേ. എല്ലാം പ്രകൃതിയല്ലേ നടത്തണേ. അപ്പം ആ നിലയ്ക്ക് ആലോചിച്ചാലും ഗുണാതീതനായിട്ടുള്ള അങ്ങ് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഗുണങ്ങളാൽ പിന്നെ സൃഷ്ടിക്കപ്പെട്ട എന്നെ കൂടാതെ പറ്റില്ല എന്നും അർത്ഥം. ഇങ്ങനെയാണ്. അതായത് പുരുഷൻ ഒന്നും ചെയ്യണില്ല, പ്രകൃതിയെ കൊണ്ട് ചെയ്യിക്കുകയാണല്ലോ. യോഗമായാണല്ലോ എല്ലാം ചെയ്യണത്. അപ്പോൾ ആ അർത്ഥത്തിലും ഇത് ശരിയാണ്. അതായത് ധർമ്മപത്നിയെ കൊണ്ടുപോകാതെ പോവരുത് എന്നുള്ളത് ഒരു യഥാർത്ഥ ലൗകികാർത്ഥത്തിൽ എന്നെ കൂടാതെ പോവരുത് എന്ന്. പിന്നെ മറ്റേ അർത്ഥത്തിലും അതെ, പുരുഷൻ നിഷ്ക്രിയനാണ്, ഒന്നും ചെയ്യില്ല. എന്ത് പ്രവൃത്തി, എന്ത് കർമ്മം ചെയ്യണമെങ്കിലും പ്രകൃതി വേണം, യോഗമായ വേണം. അതുകൊണ്ട് യോഗമായ തന്നെയായിട്ടുള്ള എന്നെ കൂടാതെ പോവാതിരിക്കണത് ഉചിതമല്ല എന്ന്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല പുരുഷൻ. അതാണ്. അതശീഘ്രം ഗമിഷ്യാമി മാ വിഘ്നം കുരുഭാമിനി ശ്രുത്വാ തദ്രാമവചനം ജാനകി പ്രീതി സംയുത. അത്ഭുതമാവുമല്ലേ സീതയുടെ ആ ഒരു റിയാക്ഷൻ. അഹമഗ്രേ ഗമിഷ്യാമി വനം പശ്ചാത്വമേഷ്യസി ഇത്യാഹമാം വിനാ ഗന്തും തവ രാഘവനോചിതം. ഇനി നമുക്ക് ഒരു ശ്ലോകം കൂടി എന്തായാലും ചെയ്യാം. അപ്പം നമുക്ക് 64. താമാഹ രാഘവ പ്രീത സ്വപ്രിയം പ്രിയവാദിനിം കഥം വനം ത്വാം നേഷ്യേഹം ബഹു വ്യാഘ്ര മൃഗാകുലം. അപ്പോൾ സീതയെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ശ്രീരാമൻ. എന്താ പറഞ്ഞറിയോ, പ്രീത രാഘവ. പക്ഷെ പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷമായി. സീതയ്ക്ക് ഇത്ര നല്ലൊരു റിയാക്ഷനാണല്ലോ ഒന്നുണ്ടായത്. കരഞ്ഞ് പിഴിഞ്ഞ് പരാതി പറഞ്ഞ് അങ്ങനെ ഒന്നുമല്ല. അപ്പം അതുകൊണ്ടാണ് സന്തോഷം തോന്നി ശ്രീരാമന്. ഇത്ര നല്ലൊരു പ്രതികരണമാണല്ലോ, സന്തോഷം തോന്നി. ഹൗ ഷീ റിയാക്റ്റഡ് എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. അത്ര സന്തോഷമായി. പിന്നെയോ പ്രിയവാദിനിയും സ്വപ്രിയ. ഇങ്ങനെ തന്നോട് നമുക്ക് ഏറ്റവും എനിക്കിഷ്ടമുള്ള വാക്യത്തെയാണ് പറഞ്ഞത്. എന്നോട് ഇഷ്ടമുള്ള മധുരമായിട്ടുള്ള ആ വാക്ക് പറഞ്ഞ സീതോട് എന്ത് പറഞ്ഞു? ആഹ പറഞ്ഞാൽ ശ്രീരാമൻ പറഞ്ഞു, ബഹുവ്യാഘ്ര മൃഗാകുലം വനം. അനേകം വ്യാഘ്രങ്ങൾ, അതായത് നരികളും സിംഹങ്ങളും ക്രൂരമൃഗങ്ങളും നിറഞ്ഞിരിക്കുകയാണ് ആ വനം. ഏതാ? ദണ്ഡകവനം. ത്വാം കഥം നേഷ്യെ, നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകാം അങ്ങടെ? വന്യമൃഗങ്ങളെ പറഞ്ഞാൽ ക്രൂരമൃഗങ്ങളും ഉണ്ട്. എല്ലാ മൃഗങ്ങളും നിറച്ചുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ് ദണ്ഡകവനം. അവിടേക്കൊക്കെ ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകാനാണ്? അതായത് നീ പറഞ്ഞതൊക്കെ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്നോടുള്ള സ്നേഹമാണല്ലോ. പക്ഷേ ആ വനത്തിലേക്ക് നിന്നെ കൊണ്ടുപോയാൽ പല പല ക്രൂര വന്യമൃഗങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാട്ടിലേക്ക് ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകും പക്ഷേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. 64 വായിച്ചിട്ട് എന്നിട്ട് തന്നിട്ട്. താമാഹ രാഘവ പ്രീത സ്വപ്രിയം പ്രിയവാദിനിം കഥം വനം ത്വാം നേഷ്യേഹം ബഹുവ്യാഘ്ര മൃഗാകുലം. അപ്പം 65. രാക്ഷസ ഘോരരൂപാശ്ച സന്തി മാനുഷഭോജിന സിംഹവ്യാഘ്രവരാഹാശ്ച സഞ്ചരന്തി സമന്തത. എന്തുകൊണ്ട് സീതയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ് ആരാ? ശ്രീരാമനെ. എന്താ പറഞ്ഞ? മാനുഷഭോജിന ഘോരരൂപാച രാക്ഷസ സന്ധി. ഇങ്ങനെ വന്യമൃഗങ്ങൾ മാത്രമല്ല, മനുഷ്യമാംസം തിന്നുന്ന കണ്ടാലും അതിഭയങ്കര പേടിയാവുന്ന രാക്ഷസന്മാരൊക്കെ ആ ദണ്ഡകവനത്തിലുണ്ട്. വന്യമൃഗങ്ങൾക്ക് പുറമെ മനുഷ്യഭോജികളായിട്ടുള്ള രാക്ഷസന്മാർ, അതിഭീകരന്മാരായിട്ടുള്ള രാക്ഷസന്മാരുണ്ട്. സിംഹവ്യാഘ്രവരാഹ ചാപ്പുകാർ, അതിന് പുറമെ സിംഹങ്ങളും നരികളും പന്നികളും ഒക്കെ ഉണ്ട്.
സമന്തത സഞ്ചരന്തി, അത് 4 ഭാഗത്തും സഞ്ചരിക്കണം വന്യമൃഗങ്ങൾ. അതിന് പുറമെ ഇത് നരഭോജികളായിട്ടുള്ള രാക്ഷസന്മാരും. അപ്പം പിന്നെ നിന്നെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോവുക എന്ന് പറയുകയാണ്. അപ്പം നമുക്ക് 65 വായിച്ച് ഇന്നത്തെ നിർത്താം. രാക്ഷസാഘോരൂപാശ്ച സന്ധി മാനുഷഭോജിന സിംഹവ്യാഘ്രവരാഹാശ്ച സഞ്ചരന്തി സമന്തതഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂരപ്പ ശരണം.